ഹലോ! ഇന്നും ഞാൻ കുറച്ചധികം കളിക്കുടുക്കയും മാജിക് ബോട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി കളർഫുള്ളായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ ദൗത്യം നമ്മുടെ ക്ലാസ് റൂമിലേക്കുള്ള വെൽക്കം ചാട്ടാണ്. അപ്പോൾ ഈ ഒരു മാജിക് ബോർഡിൽ നിന്നും കളിക്കുടുക്കയിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട ക്ലാസ് റൂമിലേക്ക് വെക്കാൻ പറ്റിയ തരത്തിലുള്ള കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് മാത്രമല്ല, കുറച്ചൊരു സീനറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പിക്ചേഴ്സും കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ സ്റ്റിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ചാർട്ട് പേപ്പർ എടുക്കാം. പക്ഷേ ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. പിന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ചാർട്ടിൽ റൈറ്റിങ്സ് വരുന്ന ടൈമിൽ ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള ചാർട്ട് പേപ്പറിൽ എഴുതി കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടി വരും. മാർക്കർ പെന്നൊക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് എഴുതാൻ പറ്റില്ല കേട്ടോ. അതുമാത്രമാണ് ബ്ലാക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം. അതർവൈസ് ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് അടിപൊളി കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു സീനറി പോലെ ക്രിയേറ്റ് ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പല പല പേജിൽ നിന്ന് പല പല സ്റ്റോറിയുടെ ഭാഗങ്ങളാണ് ഞാൻ ഈ ഒരു വെട്ടിക്കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചക്ക, മാങ്ങ, ആപ്പിൾ അങ്ങനെ എല്ലാ മരങ്ങളും ഫ്രൂട്ട്സൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ പല പേജിലെ സംഭവങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് സ്റ്റിക്ക് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു സീനറി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പഴയ കളിക്കുടുക്കയും മാജിക് ബോട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കിഡ്സിന് പറ്റിയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എസ്പെഷ്യലി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് അടിപൊളിയാണ്. നമുക്ക് കാശ് കൊടുത്ത് സ്റ്റിക്കേഴ്സോ സംഭവങ്ങളോ ഒന്നും വാങ്ങണ്ട. എന്നാൽ നമ്മുടെ വർക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. ചാർട്ടിൻ്റെ മുകളിലുള്ള ആ ഒരു സീനറി കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു സ്റ്റിക്കേഴ്സ് അറേഞ്ച് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഭാഗത്തിന് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് നമ്മൾ സ്റ്റിക്കേഴ്സ് അങ്ങ് സ്റ്റിക്ക് ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഏത് ഭാഗത്താണ് ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ കറക്റ്റ് ആപ്റ്റായിട്ട് വരുന്നത് അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വച്ച് നോക്കിയിട്ട് മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴെ പോർഷനിൽ കുട്ടികൾ ഡ്രോയിങ് ചെയ്യുന്നത്, കളിക്കുന്നത്, വരയ്ക്കുന്നത്, പഠിക്കുന്നത് അങ്ങനെ എല്ലാം കോർത്തിണക്കിയിട്ടുള്ള 4 കുറച്ച് വലിയ സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കുറച്ച് പേന, പെൻസിൽ, സ്കെയിൽ, എറേസർ അങ്ങനെയുള്ള സംഭവങ്ങളോട് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് 3 കുഞ്ഞു മാങ്ങയും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതിൽ വലിയ ടാസ്ക്കായിരുന്നു കേട്ടോ ഇവിടെ ഒരു കുഞ്ഞിപ്പെണ്ണിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഞാൻ കട്ട് ചെയ്യുന്നത് മൊത്തം അവൾക്ക് വേണം. ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മിസ്സാവാനും കീറിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ താഴെ ഉള്ള സ്റ്റിക്കേഴ്സിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ബ്രഷും പേനയും പെൻസിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ സംഭവം കാണാനായിട്ട്. കുറച്ചധികം ടൈം നമുക്ക് എടുക്കുന്നുള്ളൂ. ഇതും കൂടി അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് വേറെ ലെവലായിരിക്കും കേട്ടോ. നമ്മൾ ക്യാഷ് മുടക്കി വാങ്ങിച്ചാൽ പോലും ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടില്ല. അങ്ങനെ താഴെ പോർഷനും ഏകദേശം അങ്ങ് കംപ്ലീറ്റ് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യൂട്ടായിട്ടുള്ള 3 മാംഗോ ഉണ്ട്. അപ്പോൾ ആ ഒരു 3 മാംഗോയും നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 എണ്ണം അല്ലായിരുന്നു ആക്ച്വലി, ഒരു 6-7 എണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു 3 എണ്ണമെങ്കിലും കിട്ടിയത് നന്നായി. അപ്പോൾ ദേ മാവിൽ നിന്ന് വീഴുന്ന രീതിയിലൊരു മാംഗോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരടിക്കുട്ടൻ അത് പിടിക്കാൻ പോകുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ കുരങ്ങച്ചനും അത് പിടിക്കാൻ പോകുന്ന രീതിയിലും 2 എണ്ണം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരു കുഞ്ഞൻ ബട്ടർഫ്ലൈയും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ചാർട്ടിൻ്റെ ഏകദേശം ഒരു ലുക്ക്. ഇനി നമുക്കിതിൽ റൈറ്റിങ്സും കൂടിയാണ് വരാനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാതിരാത്രി വീണ്ടും ഞാൻ വർക്കിന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ യെല്ലോ ചാർട്ടിലാണ്
വെൽക്കം ടു അവർ ക്ലാസ് എന്നുള്ളത് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷേ കുറച്ച് അധികം ടൈം എടുത്ത ഒരു വർക്കായിരുന്നു. ആദ്യം നമ്മൾ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ നോക്കി ഇത് എഴുതണം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എഴുതുന്നത് വളരെ സിമ്പിളാണെങ്കിലും കട്ട് ചെയ്യുന്നത് കുറച്ചധികം ടാസ്ക് ആയിരുന്നു. ഇനി ഈ എഴുതിയേക്കുന്ന സംഭവം കറക്റ്റ് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലെറ്റേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കട്ട് ചെയ്യാം കേട്ടോ. കത്രികയ്ക്ക് പകരം കട്ടറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ഒരു ലെറ്റേഴ്സിൻ്റെ സൈഡിലുള്ള ആ ഒരു പെൻസിലിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് എറേസ് ചെയ്ത് കളയുക എന്നതാണ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചാർട്ട് പേപ്പറിലേക്ക് വെൽക്കം ടു അവർ ക്ലാസ് എന്നുള്ളത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പരിപാടിയാണ്. കാരണം പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് പോവാം. പിന്നെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിലാണോ അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ബ്ലാക്ക് ചാർട്ടിൽ പെൻസിൽ വച്ചിട്ട് വരച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു പെൻസിലിൻ്റെ മാർക്ക് എറേസ് ചെയ്ത് കളയുമ്പോൾ അതുപോലൊരു മാർക്ക് അവിടെ വീഴും കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുമ്പോഴും ചാർട്ട് പേപ്പറിൻ്റെ വേറെ ഭാഗങ്ങളിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു മാർക്കൊക്കെ ഈ ഒരു ബ്ലാക്ക് ചാർട്ടിൽ നിന്ന് പോവാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമല്ല, പോവില്ല, അങ്ങനെയാണത്. അപ്പോൾ ഇത് ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ ചെറിയൊരു കോഡ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 00 സൈസിലുള്ള പോയിൻ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത് കേട്ടോ. ഫസ്റ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇതുപോലെ എഴുതുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ എഴുതാനായിട്ട്. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ, പക്ഷെ നല്ല രസമാണെങ്കിൽ ഇങ്ങനെ എഴുതി പോകാനായിട്ട്. ഇതും കൂടി കഴിഞ്ഞാൽ നന്നിൻ്റെ ക്ലാസ്സിലേക്കുള്ള ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഹാനുൻ്റെ ക്ലാസ്സിലേക്ക്. അവനിക്കും വേണമൊരു ബർത്ത്ഡേ ചാർട്ട്. അവനിപ്പോൾ 6th അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ബർത്ത്ഡേ ചാർട്ട് വേണം അവനിക്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ 2ാം ക്ലാസ്സുകാരൻ്റെ വെൽക്കം ചാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെയുള്ളത് കമൻറ്റായിട്ട് പറയണം. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ യൂസ്ഫുള്ളായി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.